എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ ചാലക്കുടി മാർക്കറ്റിൻ്റെ മാംസ മാർക്കറ്റിൻ്റെ പിറകുവശത്തായിട്ടാണ്. നമ്മുടെ പോർക്ക് സ്റ്റാൻഡിൻ്റെ പിറകിൽ കൂടെ പോണ വഴിയുണ്ടല്ലോ, അവിടെയാണ് നിൽക്കുന്നത്. ഇപ്പം എൻ്റെ ഈ പിറകിൽ കാണുന്ന സംഭവം ഇത് എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതെന്തായിക്കോട്ടെ, ഇന്നിപ്പോൾ ഉണ്ടായ സംഭവം പറയാം. ഇന്നിവിടെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൊഴിലാളി വന്ന് ഇതിൻ്റെ ഫീസ് അടിച്ചു പോയിട്ട് ഫീസ് ഊരി കെട്ടാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഷോക്ക് അടിച്ചു. ഈ സാധനം നിങ്ങൾ നോക്കിയത് പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വികസനത്തിൻ്റെ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചാലക്കുടി നഗരസഭയുടെ ഐക്കണായിട്ടുള്ള ചാലക്കുടി ചന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലക്കുടി പട്ടണത്തിൻ്റെ തന്നെ ഒരു ഐക്കണാണ്. എന്തോരം മാത്രം തൊഴിലാളികളൂടെ പണിയെടുക്കുന്നു, എത്രമാത്രം ആളുകൾ വന്ന് പോകുന്നു. ഇവിടേക്കുള്ള കറണ്ട് പോണതിൻ്റെ മൊത്തത്തിലുള്ളൊരു സംഗതിയാണ് ഈ കാണുന്നത്. ഇപ്പോഴും ഇവിടുന്ന് വയ്ക്കണേ എൻ്റെ അപ്പുറത്തെ വശത്തൊരു മുറിയിൽ പാനൽ ബോർഡ് സജ്ജമാക്കിയിട്ടുണ്ട്. പക്ഷേ സജ്ജമാക്കിയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇനി അതിപ്പോൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഏതെങ്കിലും ആളെ കിട്ടാഞ്ഞിട്ടാണോ എന്നറിയില്ല. സംഭവം ഇതാണ് സ്ഥിതി. ഇവിടെ വന്നിട്ട് ഇന്നൊരു തൊഴിലാളിക്ക് ഷോക്കടിച്ചു. ഇനിയിപ്പോൾ നാളെ എന്തിട്ടെന്നറിയില്ല. ഇതിനെ തുടർന്ന് ഇപ്പോൾ KCB ലൈൻ കട്ട് ചെയ്തേക്കാണ്, കണക്ഷൻ കട്ട് ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ ഇത്ര നേരം ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് തൊഴിലാളികൾ പണിയെടുക്കുന്നത് അറിയാലോ. നിങ്ങൾക്ക് ചൂടിൻ്റെ അവസ്ഥയൊക്കെ അറിയാലോ. മാർക്കറ്റിൻ്റെ ഉള്ളിൽ എന്തുമാതിരി ആളുകൾ വന്ന് പോകണമെന്നുള്ളത് അറിയാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് എന്താ സംഭവം എന്നുള്ളത് നമുക്ക് പ്രതിപക്ഷ നേതാവ് CS സുരേഷ് ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചറിയാം എന്താ സംഭവം എന്നുള്ളത്. ചേട്ടാ, ഈ മാർക്കറ്റിൽ ഇതെന്താണ് ഈ സംഭവം കാണുന്നത്? ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ചാലക്കുടി ഈ ബിൽഡിങ് പറഞ്ഞിട്ട് ഏകദേശം ഒരു 12 വർഷം അധികമായിട്ടുണ്ടാവും. ഈ 12 വർഷമായിട്ടും ഈ നമ്മുടെ ചാലക്കുടി മാർക്കറ്റിൻ്റെ അകത്ത് ഇറച്ചി, മത്സ്യം ഇത് വിൽക്കുന്ന സ്റ്റാളുകളിലെ കറണ്ട് ബില്ല് അടയ്ക്കുന്നത് ചാലക്കുടി നഗരസഭയെ. ഇന്ന് വരെ അടയ്ക്കുന്നത് കറണ്ട് ബില്ല് അടയ്ക്കുന്നത് ചാലക്കുടി നഗരസഭയെ. പല വട്ടം ഞാൻ നഗരസഭയിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇന്ന് വരെ അത് കേട്ടിട്ടില്ല. കാരണം ഇപ്പോൾ ഈ അവസാനം ഈ കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ ചാലക്കുടി നഗരസഭ കൗൺസിൽ പറഞ്ഞു പാനൽ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും കണക്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതെ ഇന്നിതേ ഇപ്പോൾ ചാലക്കുടി മാർക്കറ്റിൽ കറണ്ടില്ല. ഈ മീറ്റർ കത്തിപ്പോയി. ഇന്നും ഈ മീറ്ററിൽ തന്നെ കൊടുത്തുകൊണ്ടിരുന്ന ഈ മീറ്റർ കത്തിപ്പോയി. ഈ കത്തിപ്പോയതിൻ്റെ ഭാഗമായിട്ട് KCBനെ അറിയിച്ചപ്പോൾ KCB കണക്ഷൻ കട്ട് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. നമ്മൾ പാനൽ ബോർഡ് വെച്ച് ഒരു റൂം പാനൽ ബോർഡാക്കി എടുത്തു. അതിലേക്ക് ഇനി ഒരു കണക്ഷൻ പോസ്റ്റ് മുന്ന് എടുക്കേണ്ട ഒരു കണക്ഷൻ വലിക്കേണ്ട ഒരു കാര്യമുള്ളൂ. നഗരസഭ ഒരു ചെറിയൊരു പൈസ KCBയിൽ അടയ്ക്കേണ്ടതുണ്ട്. അത് അടയ്ക്കാനായിട്ട് 6 മാസം പിടിച്ചു. ഈ കഴിഞ്ഞ ആഴ്ചയാണ് അത് അടച്ചിട്ടുള്ളത്. ഇനി ഒരു കേബിൾ വലിക്കണം. ആ കേബിൾ വലിക്കേണ്ട പണി മാത്രമേ ഇനിയുള്ളൂ. അത് ചെയ്യാനായിട്ട് നഗരസഭയ്ക്ക് കഴിവില്ല. അറിയാണ്ടാണോ, അത് അറിവില്ലായ്മയാണോ, അത് ചെയ്യാത്തതാണോ എന്ന് അറിയില്ല. ഒരു വർഷം ഏകദേശം 4-5 ലക്ഷം രൂപയാണ് കറണ്ട് ബില്ലായിട്ട് ചാലക്കുടി നഗരസഭ അടച്ചു പോരുന്നത്. ഇപ്പോൾ 12 വർഷമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നത്. പല പണവും ഇതേ രീതിയിലാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് മറ്റുള്ള ചെലവിലേക്കുള്ള പണം ഇല്ല എന്ന് പറഞ്ഞിട്ട് ചാലക്കുടി നഗരസഭ സർക്കാരിൻ്റെ മെക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടണ പണം നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് അറിയില്ലാത്ത ഒരു നഗരസഭയെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചാലക്കുടി നഗരസഭ. എത്രയും പെട്ടെന്ന് ഇവിടെ കറണ്ട് വരാനുള്ള സംവിധാനം ഇന്ന് തന്നെ വരുത്തിക്കാനുള്ളത് ചെയർമാനും സെക്രട്ടറിയും എല്ലാവരും ഇടപെട്ട് എത്രയും പെട്ടെന്ന് വരുത്തിച്ചില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധത്തിലേക്ക് ഈ മാർക്കറ്റിൽ മൊത്തം അടച്ചിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് ഞങ്ങൾ നിന്നു. ഇത് ഇന്നിപ്പോ എന്താ പെട്ടെന്ന് ഇങ്ങനെ കറണ്ട് പോകാനായിട്ട് എന്തെങ്കിലും ഇന്ന് കാലത്ത് വന്നപ്പോൾ ഈ ഇതാണ് ഫീസില്. ഇത് നിങ്ങൾ കാണണം. ഇതിൽ എങ്ങനെ ഒരു കുത്തിട്ട് ഇതാക്കണമെന്നോ കാണണം. ഈ ഫീസ് കത്തിപ്പോയി. ഇത് പലവട്ടം മഴയും കൊണ്ട് എല്ലാം വരുന്നൊരു സംവിധാനം ഉണ്ടാവാറുണ്ട്. പലവട്ടം നഗരസഭനെ അറിയിച്ചിട്ടാണ് നമുക്ക് പാനൽ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളൂ. ഈ ഫീസ് കത്തിപ്പോയപ്പോൾ കെട്ടാനായിട്ട് വന്നപ്പോൾ ആ പയ്യന് ചെറുതായിട്ട് ഷോക്കേറ്റു. വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവൻ ഇവിടുത്തെ ഒരു തൊഴിലാളിയാണ്. ആ തൊഴിലാളി വിളിച്ചതിന് ഭാഗമായിട്ട് വന്നു നോക്കിയപ്പോൾ ഇതിൽ കണ്ടുനോക്കി ഇത് എങ്ങനെ കുത്തി എന്തെങ്കിലും സംഭവിച്ച നഗരസഭ ഉത്തരവാദിത്തം പറയണ്ടേ? നമ്മൾ ചാലക്കുടി നഗരസഭയുടെ വീഴ്ച കാരണം എത്ര മരണങ്ങൾ നടന്നിട്ടുണ്ടെന്നറിയോ? ഈ സുന്ദരിക്കവല പോലുള്ള സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ഞങ്ങൾ വേറെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു മരണം ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു അപകടം ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഇതിന് ശക്തമായിട്ട് ഇടപെടണം. ഈ ചുമരുമ്പോൾ ഇതിരിക്കണ വേണ്ടി ഇപ്പുറത്തെ സൈഡ് ചുമര് കടയാണ്. ആ കടയുടെ നമ്മൾ കടയിൽ ചുമരുമ്പോൾ തൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കും. വർഷക്കാലത്ത് ഒക്കെ നന്ദി എടുക്കാണ്. പിന്നെ എപ്പോഴും കറണ്ട് ഇങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ചെന്ന് കുത്താനൊക്കെ പേടിയാണ്. ഞങ്ങളൊന്നും കുത്താറില്ല. അതിനത്ര അറിവുള്ളവർ വന്ന് കുത്തിക്കുക മാത്രമേ അത് ശരിയാവുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് എത്രയും വേഗം മാറ്റി തന്ന് ഞങ്ങൾക്കിപ്പോൾ ഈ വേനൽക്കാലത്ത് ചൂട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല കറണ്ട് ഇല്ലാണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എത്രയും വേഗം അതൊന്നും ശരിയാക്കി വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.